എക്സാമിന് എന്തായാലും ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഫോർമൽ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതേണ്ടത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2022, 29, 2060 എല്ലാത്തിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നാളെ എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയാടാ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയാ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഷിപ്പ്രെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആകെ സങ്കടത്തിലിരിക്കുന്ന, വീട്ടിൽ സേഫ് ആയിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ വെലസ്കോയുടെ ഒരു ഫ്രണ്ടിന് കത്തയക്കാണ്. അവിടെയുള്ള എക്സ്പീരിയൻസുകളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരു കത്തയക്കാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു കത്ത് ഉണ്ടാവുക? അപ്പോൾ ആ ഒരു കത്തിന്റെ ഫോമാറ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആ ഒരു വെലസ്കോയുടെ എക്സ്പീരിയൻസുകളും കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക്, അപ്പോൾ നിസ്സാര മാർക്കല്ല 5 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫ്രം അഡ്രസ്സ് നിങ്ങൾ കൊടുക്കണം. ആരാണ് കത്ത് എഴുതുന്നത്? ഇവിടെ വെലസ്കോ അല്ലേ? വെലസ്കോയുടെ പേര് എഴുതുക ആൻഡ് അഡ്രസ്സ് എഴുതുക. ABC സ്ട്രീറ്റിനോ ഏതെങ്കിലും എഴുതിയാൽ മതി. ABC സ്ട്രീറ്റ്, കാറ്റഗാന അല്ലെങ്കിൽ കൊളംബിയ, എവിടെ വേണമെങ്കിലും എഴുതുക. ആൻഡ് നിങ്ങൾ ഫ്രം അഡ്രസ് കൊടുക്കുക. ആൻഡ് അടുത്ത ലൈനിലായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഡയറി എൻട്രിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? 1, 9 അല്ലെങ്കിൽ 8, 2024 ഇങ്ങനെ എഴുതി വെക്കരുത്. സെപ്റ്റംബർ എന്നുള്ള മന്ത് എന്തായിട്ട് തന്നെ എഴുതുക? സെപ്റ്റംബർ എന്ന് തന്നെ എഴുതുക. ഇംഗ്ലീഷ് വേർഡ്സിൽ തന്നെ എഴുതുക. ആൻഡ് സല്യൂട്ടേഷൻ കൊടുക്കുക. ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ പേര് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ബോഡി പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇതന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഹോപ്പ് യു ആർ വെൽ ആൻഡ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു ആൻഡ് വാണ്ടഡ് ടു റൈറ്റ്. അല്ലേ, നീ അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഞാൻ നിന്നെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് വാണ്ടഡ് ടു റൈറ്റ്, എനിക്ക് നിനക്ക് എന്തെങ്കിലും എഴുതണം തോന്നി. ആൻഡ് ഹൗ ഈസ് യുവർ ലൈഫ് ഗോയിങ്? എങ്ങനെയുണ്ട്? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ആൻഡ് ഐ വാണ്ടഡ് ടു ടെൽ യു ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് എന്ത് ചെയ്യണം? നിന്നോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി എന്താണ് പറയാനുള്ളത്? ഇനി നമ്മുടെ വെലസ്കോ എന്താ പറയാൻ പോകുന്നത്? യെസ്, ആ ഒരു ഷിപ്പ് റെക്കിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ എടുത്തെഴുതാം. റെഡി? ആൻഡ് ആ ഒരു അനുഭവം, കുറച്ച് എക്സ്പീരിയൻസുകൾ കൂടി നിങ്ങൾ കോട്ട് ചെയ്യുക. ആൻഡ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് നൗ ആൻഡ് ബട്ട് ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ ആൻഡ് ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലെറ്റർ കൺക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ ഐ കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ യുവർ ന്യൂസ് അൺടിൽ ദെൻ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി? ആൻഡ് ലാസ്റ്റ് ക്ലോസിങ്ങിന് അവിടെ ഇത്രയും വെറൈറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. യുവേഴ്സ് ട്രൂലി, ലവിംഗ്ലി, ബെസ്റ്റ് റിഗാർഡ്സ്, വിത്ത് ലവ്, ടേക്ക് കെയർ, യുവേഴ്സ്, വാം വിഷസ്, സിൻസിയർലി, ഇതിൽ ഏതെങ്കിലും കൊടുക്കാം. ആൻഡ് സിഗ്നേച്ചറിലെ SD ഒരു വര ഒരു ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ സിഗ്നേച്ചറിന്റെ സൈനായി. ആൻഡ് നെയിം എന്ന് കൊടുക്കാം. ആരാണ് കത്തയക്കുന്നത് അവരുടെ നെയിം. ഓക്കെ, നെയിം ഏതാണ് വരിക? വെലസ്കോ എന്നാണല്ലേ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെറ്റർ സെറ്റ് ആണ്. ആൻഡ് വെലസ്കോയുടെ ലെറ്റർ ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ നോക്കാം. വെലസ്കോ, ABC സ്ട്രീറ്റ്, കൊളംബിയ. ഫ്രം അഡ്രസ് കൊടുത്തു, ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ആൻഡ് ഡിയർ ഫ്രണ്ട്സ് നെയിം കൊടുക്കുക. അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഈ ഒരു ലെറ്റർ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു സംതിങ് വെരി സ്കേറി ആൻഡ് അമേസിംഗ് ദാറ്റ് ഹാപ്പൻ ടു മീ. വളരെ സ്കെയറി ആയിട്ടുള്ള, വളരെ പേടിപ്പെടുത്തുന്ന അതുപോലെ തന്നെ ഓക്കെ അമേസിംഗ്, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. റിമെമ്പർ ഹൗ ഐ ടോൾഡ് യു അബൌട്ട് ദ ഷിപ്പ് ഐ വാസ് ഓൺ? ഞാൻ പോകുന്ന ഷിപ്പിനെ പറ്റി നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇറ്റ് സാങ്ക് ഇൻ ദ സീ ആൻഡ് ഐ വാസ് ഓൾ അലോൺ. അത് കടലിൽ മുങ്ങിപ്പോയി, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അറ്റ് ഫസ്റ്റ് ഐ വാസ് റിയലി സ്കെയർഡ്. ആദ്യം ഞാൻ എന്തായിരുന്നു? റിയലി സ്കെയർഡ് അല്ലേ, ഞാൻ പേടിച്ചു പോയി, ആകെ ഒറ്റയ്ക്ക് പേടിച്ചു പോയി. ആൻഡ് ദ വേവ്സ് വർ ബിഗ്, വലിയ വേവ്സ് ആയിരുന്നു. And it was hard to see anything. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. But then I also noticed some of our friends in the water. കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ പിന്നെ എനിക്ക് എന്ത് കാണാൻ പറ്റി? കടലിൽ ഇങ്ങനെ വെള്ളത്തിൽ കാണാൻ വേണ്ടി പറ്റി. And I tried my best to help them, but it was really tough. എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു അല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തു. ആൻഡ് പക്ഷെ അത് വളരെ പ്രയാസമായിരുന്നു. ആൻഡ് the wind was so strong and the waves kept pushing us around. വളരെ വലിയ കാറ്റായിരുന്നു. ആൻഡ് വേവ്സ് അല്ലേ, തിരമാലകൾ ഞങ്ങളെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I thought I was going to be alone forever, but then I saw a life raft. It was like a tiny boat and I managed to get on it. ഞാൻ വിചാരിച്ചു ഞാൻ എന്നേക്കുമായിട്ട് ആ ഒരു കടലിൽ ഒറ്റപ്പെട്ട് പോകാൻ വേണ്ടി പോവാണ്. forever എന്ന് പറഞ്ഞാൽ എന്താ? എന്നേക്കുമായി. but then I saw a life raft. It was like a tiny boat. പിന്നെ ഞാനൊരു ലൈഫ് റാഫ്റ്റ് കണ്ടു. പക്ഷെ അത് എന്തുപോലെ ആയിരുന്നടാ? ഒരു ടൈനി ബോട്ട് പോലെയായിരുന്നു, ഒരു ചെങ്ങാടം കണ്ടു. ആൻഡ് ഞാൻ എങ്ങനെയൊക്കെയോ അതിൽ കയറി. I managed to get on it and I felt really relieved but also sad because I couldn't save all our friends. ഞാൻ ഭയങ്കര ആശ്വാസത്തിലായിരുന്നു. അതിൽ
കയറാൻ പറ്റിയപ്പോൾ, ചെങ്ങാടത്തിൽ കയറാൻ പറ്റിയപ്പോൾ. അതുപോലെ തന്നെ എനിക്ക് വളരെ സങ്കടമായില്ല, എൻ്റെ ഫ്രണ്ട്സിനെ ആരും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഐ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ഫീലിംഗ് സ്കെയർഡ് ആൻഡ് ലോൺലി ബട്ട് ഫൈനലി സം പീപ്പിൾ ഫൗണ്ട് മീ ആൻഡ് റെസ്ക്യൂഡ് മീ. അങ്ങനെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു, ഒരുപാട് പേടിച്ച്, ഒറ്റയ്ക്കില്ല, ലോൺലി ആയിട്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു, ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ വരും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആരൊക്കെയോ വന്നിട്ട് എന്നെ എന്ത് ചെയ്തു, രക്ഷിച്ചു. റെസ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. റെഡി? ആൻഡ് നൗ ഐ ആം ബാക്ക് ഹോം സേഫ്. ഞാൻ ഇപ്പം വീട്ടിൽ സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ടു ബി അലൈവ്. എനിക്ക് ഈ ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ വളരെ താങ്ക്ഫുൾ ആയിട്ട്, വളരെ നന്ദിയുണ്ട്, ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ഐ കാൺ വെയിറ്റ് ടു സീ യു അഗെയിൻ ആൻഡ് ടെൽ യു മോർ അബൌട്ട് മൈ അഡ്വഞ്ചേഴ്സ്. എൻ്റെ അഡ്വഞ്ചേഴ്സിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഐ വിൽ റൈറ്റ് ടു യു സൂൺ. ഞാൻ എന്ത് ചെയ്യാം, നീ നന്നായിട്ടിരിക്കും, ഞാൻ പെട്ടെന്ന് തന്നെ നിനക്ക് ലെറ്റർ അയക്കാം. ആൻഡ് യുവേഴ്സ് ട്രൂലി, സിഗ്നേച്ചറിൻ്റെ സൈൻ വെലസ്കി. ഇത്രയും കാര്യങ്ങളായ എന്താടാ നമ്മുടെ ലെറ്റർ സെറ്റായി. അപ്പം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലെറ്റർ എന്തായാലും ഉണ്ടാവും. ഇത് എന്തായാലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ബൈ.